ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാറാസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്. ഇന്ന് നമ്മൾക്കൊരു സ്പെഷ്യൽ ബീഫ് സ്റ്റൂ ഉണ്ടാക്കാം. ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിനായി ഞാൻ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 മുറി സവാള അരിഞ്ഞതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലവണ്ണം ഇത് ഞെരടി യോജിപ്പിച്ച് പ്രഷർ കുക്കർ അടച്ച് ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഹോൾ ഗരം മസാല ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഹോൾ ഗരം മസാല അതായത് കുരുമുളക് ഒരു 20 പീസ്, കാർഡമം ഒരു 6 എണ്ണം, ഗ്രാമ്പൂ ഒരു 4 എണ്ണം, പിന്നെ കറുവപ്പട്ട ഒരു 3 ഇഞ്ച് നീളം. ഇതിൻ്റെ കൂടെ 2 ചെറിയ സ്റ്റാർ അനീസും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം വഴറ്റാം. അതിനുശേഷം ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതും അത് 2 ടേബിൾ സ്പൂൺ. അതിൻ്റെ കൂടെ പച്ചമുളക് 5-6 എണ്ണം എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലവണ്ണം വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുക. ഇത് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഒരു മീഡിയം ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ വേവ് അനുസരിച്ച് 5 മിനിറ്റ് എക്സ്ട്രാ നമുക്ക് വേവിക്കണം. അതിന് വേണ്ടുന്ന തേങ്ങാപ്പാലൂടെ ഒഴിച്ചു കൊടുത്ത് ഉപ്പുമിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഇത് വേവിക്കാം. 5 മിനിറ്റ് അത് വെന്തതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഈ സമയം അടപ്പ് അടച്ചു വെച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾക്ക് കുറച്ച് ബദാമും പറങ്ങേണ്ടിയും ചൂടുവെള്ളത്തിൽ കുതിർത്തത് നമുക്ക് നല്ലവണ്ണം അരച്ചെടുക്കാം. ഇത് ലാസ്റ്റിൽ തേങ്ങാപ്പാലിൻ്റെ കൂടെ അരച്ച് ചേർക്കാനാണ്. അരച്ചതിന് ശേഷം നമുക്ക് ഈ നട്ട്സിൻ്റെ മിക്സർ ഒരു സ്ട്രെയിനറിൽ കൂടി അരിച്ചെടുക്കാം. അരിയൊന്നുമില്ലാതെ നമുക്കിത് അരിച്ച് മാറ്റി വെക്കാം. മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പാത്രം തുറന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി യോജിപ്പിച്ച് ഇനി ഒരു 15 മിനിറ്റ് ഉരുളക്കിഴങ്ങ് വേകാൻ ആവശ്യമായ സമയം കൊണ്ട് നമുക്ക് ഇത് അടച്ചു വെക്കാം. പൊട്ടേറ്റോ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് എല്ലാം കൂടി നല്ലവണ്ണം യോജിപ്പിച്ച് ഒന്ന് കിടന്ന് വേകട്ടെ. ഈ സമയം ഉപ്പ് കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കുറവാണെങ്കിൽ. അതിനുശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി എല്ലാം കൂടി കിടന്നൊന്ന് യോജിക്കട്ടെ. അരച്ചു വെച്ചിരിക്കുന്ന നട്ട്സിൻ്റെ മിക്സർ ഏകദേശം ഒരു 200 മില്ലി ഉണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായ തിക്ക് കോക്കനട്ട് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഈ സമയം ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനി അധികം തിളയ്ക്കരുത്, നല്ലവണ്ണം ഒന്ന് ചൂടായാൽ മതി. കറി നല്ലവണ്ണം കുറുകി വരും. നട്ട്സൊക്കെ അരച്ചിട്ടുള്ളതുകൊണ്ട് കറി വേഗം കുറുകി വരും. ഒരു 1/2 മുറി ടൊമാറ്റോ അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്ത് നമുക്കത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഈ സമയം ഒരു ചീനിച്ചട്ടി ചൂടാക്കി 1 ടീസ്പൂൺ നെയ്യ് ചൂടായിട്ട് നമുക്കിതിനകത്ത് ചുവന്നുള്ളിയും പച്ചമുളകും പറങ്ങേണ്ടിയും കൂടി നല്ലവണ്ണം വറുത്തെടുക്കാം. ചുവന്നുള്ളിയും പറങ്ങണ്ടിയും ഒക്കെ മൂത്ത് കഴിഞ്ഞാലുടനെ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം പെരിഞ്ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും 1/2 ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മൂപ്പിച്ച് നമുക്ക് സ്റ്റൂവിലേക്ക് ചേർക്കാം.
ഇതൊരു നല്ല ഫ്ലേവർ കൊടുക്കും സ്റ്റൂവിന്. എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക, കറിയിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം അവസാനം നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ബീഫ് സ്റ്റൂവിന് കോമ്പിനേഷനായി ഞാൻ അപ്പം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പത്തിൻ്റെ ബാറ്റർ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചൂടാം. അപ്പോൾ ഇവിടെ സൂപ്പർ സോഫ്റ്റ് അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം ആൻഡ് ബീഫ് സ്റ്റൂ വളരെ നല്ല കോമ്പിനേഷനാണ്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. Thank you so much for watching Sarah's Herbs and Spices.